Hello, friends, welcome to Teach English. Half a day എന്ന ചാപ്റ്ററിൽ നിന്നുള്ള Retelling the Story എന്ന ആക്ടിവിറ്റി ചെയ്തു നോക്കാം. Let's read the question. Retell the story, half a day, in your words. You may use simple past tense or past continuous tense or combinations of these in your narrative. നിങ്ങളുടെ വാക്കുകളിൽ വേണം കഥ പറയാൻ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉപയോഗിക്കാം. It was the first day of school. The boy wore new clothes but felt scared of the big school building. സ്കൂളിൽ അവന്റെ ആദ്യ ദിവസമായിരുന്നു അത്. ആൺകുട്ടി പുതിയ വസ്ത്രം ധരിച്ചിരുന്നുവെങ്കിലും ആ വലിയ സ്കൂൾ കെട്ടിടത്തെ അവൻ ഭയപ്പെട്ടു. It looked scary, not like his fun gardens at home. Mommy watched from the window, worried just like him. വീട്ടിലെ അവന്റെ ഫൺ ഗാർഡൻ പോലെയായിരുന്നില്ല ആ കെട്ടിടം. അതവനെ ഭയപ്പെടുത്തുന്നതായി തോന്നി. അവന്റെ അമ്മ ആശങ്കയോടെ ജനലിലൂടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു. Daddy said school was not a bad place, but a place to learn and grow up. The boy wasn't sure. സ്കൂൾ മോശം സ്ഥലമല്ല, മറിച്ച് പഠിക്കാനും വളരാനുമുള്ള സ്ഥലമാണെന്ന് അച്ഛനവനോട് പറഞ്ഞു. പക്ഷേ അവനത്ര ഉറപ്പില്ലായിരുന്നു. Many kids he didn't know were at the school gate. അവനറിയാത്ത കുറെ കുട്ടികൾ സ്കൂൾ ഗേറ്റിൽ ഉണ്ടായിരുന്നു. Daddy gave him a hug and said goodbye, promising to wait after school. സ്കൂൾ കഴിയുന്ന സമയത്ത് കാത്തിരിക്കാമെന്ന് വാക്ക് നൽകി അച്ഛനവനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. Feeling lost, the boy walked in. He met another boy, and they talked a little. നിസ്സഹായനായി അവൻ അകത്തേക്ക് നടന്നു. അവിടെ അവൻ മറ്റൊരാൺകുട്ടിയെ കണ്ടു, അവർ കുറച്ച് സംസാരിച്ചു. Then a bell rang, and a lady with some men helped everyone get organized. അപ്പോൾ ഒരു ബെൽ മുഴങ്ങി, ചില പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ എല്ലാവരെയും ക്ലാസ്സിനായി ഒരുക്കാൻ സഹായിച്ചു. The lady said this was their new school, home, with fun things to learn. പഠിക്കാൻ രസകരമായ കാര്യങ്ങളുള്ള അവരുടെ പുതിയ സ്കൂൾ വീടാണിതെന്ന് ആ സ്ത്രീ പറഞ്ഞു. Some kids cried, but the boy felt better. He made new friends, played games, sang songs, and even saw a cool, round globe showing the whole world. ചില കുട്ടികൾ കരഞ്ഞു, പക്ഷേ ആൺകുട്ടിക്ക് സുഖം തോന്നി. അവൻ പുതിയ ചങ്ങാതിമാരെ ഉണ്ടാക്കി, ഗെയിമുകൾ കളിച്ചു, പാട്ടുകൾ പാടി, ഭൂമിയെ മുഴുവൻ കാണിക്കുന്ന ഒരു തണുത്ത, വൃത്താകൃതിയിലുള്ള ഭൂഗോളവും കണ്ടു. They had yummy snacks and even took a nap. അവർ സ്വാദിഷ്ടമായ ലഘുഭക്ഷണങ്ങൾ കഴിച്ചു, എന്തിന് ചെറുതായൊന്നുറങ്ങുക പോലും ചെയ്തു. But things weren't perfect. Sometimes friends argued, and the nice lady teacher sometimes got mad. എന്നാൽ കാര്യങ്ങൾ പൂർണ്ണമായിരുന്നില്ല, ഇടയ്ക്ക് സുഹൃത്തുക്കൾ വഴക്കിട്ടു, സുന്ദരിയായ ടീച്ചർ ചിലപ്പോൾ അതിയായി ദേഷ്യം പിടിച്ചു. Finally, the bell rang again. The boy wanted to see Daddy, but he wasn't there. ഒടുവിൽ വീണ്ടും ബെല്ലടിച്ചു. അവൻ തന്റെ അച്ഛനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അവിടെയുണ്ടായിരുന്നില്ല. The boy waited, then walked home alone. അവൻ കുറെ നേരം കാത്തിരുന്നു, പിന്നെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു. The street with gardens was gone. പൂന്തോട്ടങ്ങളുള്ള തെരുവ് ഇപ്പോൾ കാണാനില്ല. Now there were tall buildings and noisy cars. പകരം അവിടെ ഉയർന്ന കെട്ടിടങ്ങളും ശബ്ദമുണ്ടാക്കുന്ന കാറുകളും ഉണ്ടായിരുന്നു. It looked totally different. Confused, the boy wondered how everything changed so fast. He couldn't find his house. ഈ സ്ഥലം തികച്ചും വ്യത്യസ്തമായി കാണപ്പെട്ടു. ആശയക്കുഴപ്പത്തിലായി പോയി അവൻ. എങ്ങനെ ഇത്ര പെട്ടെന്ന് എല്ലാം മാറിമറിഞ്ഞു? അവന് അവന്റെ വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. Lost and scared, he stood at a busy intersection. വഴിതെറ്റി പേടിച്ചുപോയ അവൻ തിരക്കുള്ള ഒരു കവലയിൽ നിന്നു. A kind man from a shop saw him and helped him cross the street, a small act of kindness in a day that felt upside down. ഒരു കടയിൽ നിന്നുള്ള ഒരു ദയുള്ള മനുഷ്യൻ അവനെ കാണുകയും തെരുവ് മുറിച്ചു കടക്കാൻ സഹായിക്കുകയും ചെയ്തു. കാര്യങ്ങളാകെ തകിടം മറിഞ്ഞ ദിവസത്തിലെ ചെറിയ ഒരു കാരുണ്യ പ്രവൃത്തിയായിരുന്നു അത്. End of the story. Thank you all for your patience and time. Come back for more videos on activities and questions and answers.